17 വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശ് വോട്ട് ചെയ്യുന്നു. രാഷ്ട്രീയ ഭൂചലനം സൃഷ്ടിക്കുമോ? ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബംഗ്ലാദേശ് ഇന്ന് ആദ്യ സ്വതന്ത്രവും നീതിപൂർണവുമായ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. 2024-ൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് പിന്നാലെയാണ് ഈ നിർണായക വോട്ടെടുപ്പ്. ഈ രാഷ്ട്രീയ നാടകത്തിന്റെ കേന്ദ്രത്തിൽ അയാൾ തിരിച്ചുവരുന്നു, താരിഖ് റഹ്മാൻ. 17 വർഷത്തെ പ്രവാസ ജീവിതത്തിനു ശേഷം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായി അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വാഗ്ദാനം? അഴിമതിയോട് 0 സഹിഷ്ണുത, മുകളിൽ നിന്ന് താഴേക്ക് ഉത്തരവാദിത്വം, പുതിയ ശുചിത്വ രാഷ്ട്രീയ കാലഘട്ടം. സർവേകൾ സൂചിപ്പിക്കുന്നത് BNP ശക്തമായ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വളരെ നിർണായകമായ ഘട്ടത്തിലാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ 1400ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു UN കണക്കുകൾ പ്രകാരം ഹസീനയുടെ ഭരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ. പിന്നീട് അവർക്കെതിരെ മനുഷ്യവിരുദ്ധ കുറ്റങ്ങൾക്ക് ശിക്ഷ വിധിക്കപ്പെട്ടു. ഇപ്പോൾ അവർ ഇന്ത്യയിൽ പ്രവാസത്തിലാണ്. അവരുടെ പതനത്തിനു ശേഷം നോബൽ ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ രാജ്യത്തെ ഈ ചരിത്ര വോട്ടെടുപ്പിലേക്ക് നയിച്ചു. 127 മില്യൺ വോട്ടർമാർ, 9 ലക്ഷത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വോട്ടെടുപ്പ് ദിനത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ വെല്ലുവിളികൾ തുടരുകയാണ്. ഇസ്ലാമിസ്റ്റ് പാർട്ടി ജമാഅത്ത്-ഇ-ഇസ്ലാമി ശക്തി വർദ്ധിക്കുന്നു. ഇത് മതനിരപേക്ഷതയെയും സ്ത്രീകളുടെ അവകാശങ്ങളെയും കുറിച്ച് ആശങ്കയുയർത്തുന്നു. റഹ്മാനും വിമർശനങ്ങളിൽ നിന്ന് വിമുക്തനല്ല. മുൻ BNP ഭരണകാലത്തെ അഴിമതി ആരോപണങ്ങൾ ഇന്നും ചർച്ചയിലാണ്. എന്നാൽ അദ്ദേഹം എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിഷേധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു വഴിത്തിരിവിലാണ്. ജനാധിപത്യത്തിന്റെ പുനരാഗമനം, അഴിമതിക്കെതിരായ യുദ്ധം, അതോ പുതിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ? 17 വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾക്ക് വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവസരം. ഈ വിധിയെഴുത്ത് ലോകം നോക്കിക്കൊണ്ടിരിക്കുന്നു.